അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പക്ഷമില്ലാത്ത മാനവികതയുടെ പകരമില്ലാത്ത പക്ഷം ചേർന്ന് സമന്വയത്തിന്റെ ബാങ്കുലി മുഴക്കിയ ഒരു മിനാരത്തിന്റെ കഥയാണിത്. ചരിത്രം മണ്ണടരുകളിൽ പോലും കോറിയിട്ട വഴിയടയാളങ്ങൾ പേറുന്ന ഒരു മസ്ജിദ് മഹല്ലത്തിന്റെ കഥ. മലയാള രാജ്യത്തിന്റെ ആസ്ഥാന നഗരിയുടെ മഞ്ചേരിയുടെ പറഞ്ഞു തീരാത്ത വിസ്മയങ്ങളുടെ കഥ. 1897 രൂപം കൊണ്ട ഹിദായത്തുൽ മുസ്ലിമീൻ സഭയിലൂടെയാണ് മഞ്ചേരി മഹല്ലിന്റെ ചരിത്രം തുടങ്ങുന്നത്. സഭയുടെ സാംസ്കാരിക ആത്മീയ പദ്ധതികളുടെ ഭാഗമായി 1906 1907 രൂപം കൊണ്ട 2 മസ്ജിദുകളിൽ ഒന്നാണ് മഞ്ചേരി കേന്ദ്ര ജുമാ മസ്ജിദ് അഥവാ വലിയ പള്ളി. നഗരത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന വിശാലമായ മുസ്ലിം മഹല്ലാണിത്. 1907 മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ സെൻട്രൽ ജുമാ മസ്ജിദ് സ്ഥാപിതമായത്. തുടർന്ന് ഈ മസ്ജിദ് കേന്ദ്രമായി ഒരു മഹല്ലും സ്ഥാപിക്കപ്പെട്ടു. ഏറനാടിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയ ഒരു കാൽവെപ്പായിരുന്നു ഇത്. കേരളത്തിൽ ഇന്നുള്ള മുസ്ലിം സംഘടനകളൊന്നും പിറവിയെടുക്കാത്ത ഒരു കാലത്താണ് ഹിദായത്തുൽ മുസ്ലിമീൻ സഭയുടെയും മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിന്റെയും പിറവി എന്നതും ചരിത്ര നിയോഗം. മഞ്ചേരി പട്ടണത്തിലും പരിസരങ്ങളിലുമുള്ള 1300 പരം വീടുകൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ന് മഞ്ചേരി മഹല്ല്. പോർച്ചുഗീസ് ആക്രമണത്തെ തുടർന്ന് 15-16 നൂറ്റാണ്ടുകളിൽ തീരദേശത്തു നിന്നും സുരക്ഷിത താവളം തേടി ഇടനാടുകളിലേക്ക് ജനങ്ങൾ കുടിയേറിപ്പാർത്തു. അങ്ങനെ സാധാരണക്കാർ കർഷക തൊഴിലാളികളായും പാട്ടക്കുടിയാന്മാരായും കഴിഞ്ഞപ്പോൾ പണമുള്ളവർ സാമൂതിരിയിൽ നിന്നും കോവിലകങ്ങളിൽ നിന്നുമെല്ലാം ഭൂമി വില കൊടുത്തു വാങ്ങി വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു. സാമൂതിരിയും ഏറാൾപ്പാടുകളുമെല്ലാം ഭരിച്ച ഏറനാട് 18-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ടിപ്പുവിന്റെ മൈസൂർ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. ടിപ്പുവിനെ വധിച്ച ബ്രിട്ടീഷുകാർ ഈ പ്രദേശം അധീനപ്പെടുത്തി. പിന്നീട് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു മഞ്ചേരി. കോടതികളും മറ്റ് സർക്കാർ കാര്യാലയങ്ങളും ഇതോടെ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ മദ്രാസ് പ്രസിഡൻസിക്കു കീഴിലെ മലബാർ ജില്ലയുടെ ഭാഗമായി. സ്വതന്ത്ര ലബ്ധിക്കു ശേഷവും 1 പതിറ്റാണ്ടോളം ഏറനാടും വെള്ളുവനാടും മഞ്ചേരിയുമെല്ലാം നിലനിന്നു. 1956 നവംബർ 1 ഐക്യ കേരള രൂപീകരണത്തോടെയാണ് മഞ്ചേരിക്കാർ കേരളക്കാരായത്. ഈ ചരിത്ര സഞ്ചാരങ്ങളോടൊപ്പം ഭാഗധേയം നിർണയിച്ച് മഞ്ചേരി മഹല്ലും ഹിദായത്തുൽ മുസ്ലിമീൻ സഭയുമുണ്ടായിരുന്നു. മഞ്ചേരിയിൽ പള്ളി പണിയുന്നതിന് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മലപ്പുറം, പുല്ലാര, പയ്യനാട് പ്രദേശങ്ങളിൽ ജുമാഅത്ത് പള്ളികളുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ മേലാക്കത്തും പള്ളിയുണ്ട്. പയ്യനാട് പള്ളിക്കു ശേഷം മഞ്ചേരിക്കാരുടെ പള്ളിയും ഖബർസ്ഥാനുമെല്ലാം ഇതായിരുന്നു. മാപ്പിളമാർ എന്നറിയപ്പെട്ടിരുന്ന മുസ്ലിങ്ങൾക്ക് ജന്മം സ്വത്തില്ലാതിരുന്നതിനാൽ പല പ്രദേശങ്ങളിലും പള്ളികളും ഖബർസ്ഥാനുകളും ഉണ്ടാക്കാൻ സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. ഇത്തരം വിഷമതകൾ ഒഴിവാക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് മദ്രാശി ഗവർണറോട് 1901 ഒരു നിവേദനം വഴി ആവശ്യപ്പെട്ട സഭയാണ് മലബാറിലെ മുസ്ലിം നവോത്ഥാനത്തിന് നാന്ദി കുറിച്ചത് എന്ന് അഭിമാനത്തോടെ ഓർത്തെടുക്കാം. സഭയുടെ ഇടപെടൽ മൂലം ബ്രിട്ടീഷ് മദ്രാശി സർക്കാരിന്റെ 1903 407 നമ്പർ ഉത്തരവ് കുടിയാൻ നിയമം പരിഷ്കരിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. തുടർന്നാണ് മലബാറിലെ പല പള്ളികളും ഖബർസ്ഥാനുകളും സ്ഥാപിതമായത്. ചരിത്രം മഞ്ചേരിയോട് കടപ്പെട്ട് കിടക്കുന്നതിന്റെ മാതൃകകളിൽ ഒന്നാണിത്. കോടതി വ്യവഹാരങ്ങൾക്കെത്തുന്ന വിശ്വാസികൾക്ക് വെള്ളിയാഴ്ച ജുമാ പ്രാർത്ഥനയ്ക്ക് മേലാക്കം പള്ളിയിലേക്ക് പോകാൻ പ്രയാസമായതിനാൽ സഭ മുൻകൈയെടുത്ത് കച്ചേരിപ്പടിയിലോ അങ്ങാടിയിലോ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് ചേക്കുമരക്കാരകത്ത് ബീരാവുണ്ണി ഹാജിയടക്കം 126 പേർ ഒപ്പിട്ട ഹർജിയിലൂടെ ഹിദായത്തുൽ മുസ്ലിമീൻ സഭയോട് ആവശ്യപ്പെട്ട പുണ്യനിമിഷത്തെ മഞ്ചേരിയുടെ തലമുറയ്ക്ക് മറക്കാനാവില്ല. ഒരു കാലഘട്ടത്തെ മാറ്റിവരച്ച തുടക്കമായിരുന്നു പിന്നീടുണ്ടായത്. മഞ്ചേരി സഭയുടെ ഫണ്ടിലുണ്ടായിരുന്ന 25 രൂപയും പ്രവർത്തകർ പിരിവെടുത്ത തുകയും ചേർത്ത് അങ്ങനെ 1906 കച്ചേരിപ്പടി പള്ളി പണി പൂർത്തീകരിച്ചു. കോർമത്ത് കോമുഹാജിയും കൊരമ്പയിൽ മമ്മദ് ഹാജിയും വല്ലാഞ്ചിറ ഉണ്ണി മമ്മദും ചേർന്ന് മഞ്ചേരി കോവിലകം കാർണവരെ ചെന്നു കണ്ട് നാൽക്കവലയോടടുത്ത് പള്ളി പണിയാൻ ഭൂമി വിട്ടുതരണമെന്ന് അപേക്ഷിച്ചതാണ് മറ്റൊരു സുപ്രധാന നാഴികക്കല്ല്. കോവിലകം കാർണവർ 1905 നവംബർ 22 75 സെന്റ് ഭൂമി മതപരമായ ആവശ്യങ്ങൾക്കായി വിട്ടുനൽകി.
1906 ഫെബ്രുവരി 20 366 നമ്പർ ആധാരപ്രകാരം ഈ 3 കാരണവന്മാരുടെയും പേരിൽ പള്ളിയുണ്ടാക്കാൻ വേണ്ടി ഭൂമി ജന്മം തീര് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ലഭിച്ച 75 സെന്റ് ഭൂമി 1907 നവംബർ 19 3167 നമ്പർ വഖഫാധാരപ്രകാരം വഖഫ് ചെയ്യപ്പെട്ടു. അതിൽ ഇപ്രകാരമായിരുന്നു എഴുതപ്പെട്ടത്: നാട്ടുകാരുടെയും ഞങ്ങളുടെയും ചിലവിന്മേൽ ഉണ്ടാക്കുന്നതും ഏതാനും പണി ചെയ്തതുമായ പള്ളി എടുപ്പും കുഴിക്കൂറു ചമയങ്ങളും ഒഴികെ 25 കാ വിലയുള്ള ഭൂമിയിന്മേൽ ഞങ്ങൾക്ക് സിദ്ധിച്ചതായ എല്ലാ അവകാശങ്ങളെയും ഞങ്ങൾ പൊതുവിലുള്ള എല്ലാ മുഹമ്മദീയർക്കും ഒരുപോലെ സ്വാതന്ത്ര്യവും അവകാശവുമുള്ള നിലയിൽ നിസ്കാരം മുതലായ മതസംബന്ധമായ എല്ലാ ക്രിയകളും ചെയ്യാനായി ഞങ്ങളുടെ പൂർണ്ണ മനസ്സാലും തൃപ്തിയോടും കൂടി വഖഫ് ചെയ്തു എന്ന് രേഖപ്പെടുത്തിയ വഖഫ് ആധാരം സ്നേഹസഹകരണത്തിന്റെയും സമന്വയത്തിന്റെയും മുദ്രണമായി മഞ്ചേരിയുടെ നെഞ്ചകം ഇന്നും തരളിതമാക്കുകയാണ്. സഭാ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന താമരശ്ശേരി അയ്യപ്പൻ ചെട്ടിയിൽ നിന്നും 25 രൂപ പണയത്തിനെടുത്ത കെട്ടിടം ഒഴിഞ്ഞുകൊടുത്ത് ലഭിച്ച 25 രൂപയും 150 രൂപ പിരിവെടുത്തുമുണ്ടാക്കിയാണ് ഈ പള്ളി നിർമ്മിച്ചത്. 1907 അങ്ങനെ മഞ്ചേരി നാൽക്കവലയ്ക്കു സമീപത്തു നിന്ന് ആദ്യമായി സമന്വയത്തിന്റെ ബാങ്കുലി മുഴങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുസ്ലിയാരകത്ത് അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ജുമ ആരംഭിച്ചതു മുതൽ അണമുറിയാത്ത ആത്മീയ വെളിച്ചം പ്രസരിപ്പിച്ച മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മിമ്പറും മിഹ്റാബും ചരിത്രത്തോടൊപ്പം ഇന്നും ദൗത്യ നിർവഹണത്തിലാണ്. കാസി VP മുഹമ്മദ് മൗലവി അൽ കാസിമിയിലൂടെ ആ വെളിച്ചത്തിന്റെ നിലക്കാത്ത സരിത്ത് ഇന്നും മഞ്ചേരിയെ തഴുകിത്തലോടി പരക്കുകയാണ്. 1889 തുടങ്ങിയ കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം സഭയും 1897 തുടങ്ങിയ മഞ്ചേരി ഹിദായത്തുൽ മുസ്ലിമീൻ സഭയും 1900 ആരംഭിച്ച പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയും മാത്രമായിരുന്നു അക്കാലത്തെ മുസ്ലിം മലബാറിന്റെ ആകെയുള്ള ആധികാരിക സഭകൾ. മുമ്പേ നടന്നവരുടെ മുമ്പേ നടന്ന് വഴികാട്ടികളായി എന്നതാണ് മഞ്ചേരിക്കാരുടെ മേന്മ. നൂതന പദ്ധതികളോടെയുള്ള സംഘടിത സക്കാത്ത്, സംഘടിത ഉളീഹത്ത്, ജീവകാരുണ്യ വിദ്യാഭ്യാസ, ആരോഗ്യ സ്വയം തൊഴിൽ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് സർവതല സ്പർശിയായ ഇസ്ലാമിക മഹല്ലായി മാറാൻ സാധിച്ചത് ദീർഘവീക്ഷണമുള്ള മുൻഗാമികളുടെ സുഹൃതമാണ്. മഹല്ലത്തിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്രാധികാരത്തോടെ നിരവധി സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഹിദായത്തുൽ മുസ്ലിമീൻ യത്തീംഖാന, മുഫീദുൽ ഉലൂം ദർസ്, ഇഫ്ലുൽ ഖുർആൻ കോളേജ്, ഫിത്രു സക്കാത്ത്, ധനത്തിന്റെ സക്കാത്ത് എന്നിവയുടെ ശേഖരണ വിതരണം, സലാമത്ത് നഗർ ഭവന നിർമ്മാണ പദ്ധതി, മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൗജന്യ കഞ്ഞി വിതരണം, റമളാനിൽ പള്ളിയോടനുബന്ധിച്ച് നോമ്പുതുറ, അത്താഴം തുടങ്ങിയവ, സംഘടിത ഉളീഹത്ത്, ഡയാലിസിസ് സെന്റർ, കൗസർ അക്കാദമി, മഹൽ എംപവർമെന്റ് ആൻഡ് എൻലൈറ്റ്മെന്റ് ടീം മീറ്റ്. 7ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് ബിരുദാനന്തര ബിരുദം വരെ മഹലിന്റെ ശ്രദ്ധയിലും മേൽനോട്ടത്തിലും പരിപോഷിപ്പിച്ചുകൊണ്ടുവരുന്ന കാച്ച് ദം യങ് പ്രോഗ്രാം. സ്ത്രീകളുടെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനും പദ്ധതി ആസൂത്രണം ചെയ്യുവാനും വനിതാ വിംഗ് തുടങ്ങിയ വ്യത്യസ്തവും നൂതനവുമായ പദ്ധതി പ്രവർത്തനങ്ങൾ മഹലിൽ ഇന്ന് നടക്കുന്നുണ്ട്. യത്തീംഖാനയുടെ കീഴിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, NCVT അംഗീകാരത്തോടെയുള്ള ITI, സ്വാശ്രയ മേഖലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനോടെ HM കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മൗലാന ആസാദ് കോളേജ് ഓഫ് സോഷ്യൽ സയൻസ്, HM അക്കാദമി, ഫൈൻ ആർട്സ് കോളേജ് എന്നിവയും പ്രവർത്തിക്കുന്നു. സഭയുടെ കീഴിൽ മഹലിന്റെ 4 മദ്രസകളും നഴ്സറി സ്കൂളുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നേരത്തെ അറബി കോളേജ്, ആർട്സ് കോളേജ്, SSLC+2 പാരലൽ ബാച്ചിനുള്ള ആർട്സ് കോളേജ് എന്നിവ പ്രവർത്തിച്ചിരുന്നു. കാലികമായി ഇവ ആവശ്യമില്ലാതായതോടെ നിർത്തലാക്കി. അപ് ടു ഡേറ്റ് ആകുന്നതിലുള്ള ജാഗ്രതയാണ് മഹലിന്റെ വ്യതിരക്തത. 3 വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള സുതാര്യമായ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭാരവാഹികളെ മഹലിന്റെ കാർമ്മികത്വം ഏൽപ്പിക്കാറുള്ളത്. പ്രസിഡന്റായി MP ഹസൻ മൊയ്തീൻ കുരിക്കൽ, വൈസ് പ്രസിഡന്റായി കോർബത്ത് അബ്ദുള്ള, സെക്രട്ടറി അവിഞ്ഞിപ്പുറത്ത് മുഹമ്മദ് എന്ന കുഞ്ഞാൻ ഹാജി, ജോയിന്റ് സെക്രട്ടറിമാർ AK ഫിറോസ്, വാക്യത്തൊടി സക്കീർ ഹുസൈൻ, ഖജാൻജി KP അബ്ദുൽ ബഷീർ എന്നിവരും അംഗങ്ങളായി O അബ്ദുൽ അലി, MP മുഹമ്മദ് അലി കുരിക്കൽ, MP മൻസൂർ കുരിക്കൽ, പുതുപ്പറമ്പിൽ മുഹമ്മദ് അലി, തലാപ്പിൽ കുഞ്ഞിമൊയ്തീൻ,
കൊടവണ്ടി അബ്ദുൽ ഹമീദ്, എടലോളി അലവി എന്ന കുഞ്ഞാപ്പ, ആസിഫ് സലീം, തോരപ്പ അസ്കർ എന്നിവരാണ് നിലവിലെ ഭാരവാഹികൾ. ഫിനാൻസ് ആൻഡ് പ്ലാനിംഗ്, മസ്ലഹത്ത്, നിർമ്മാണം, പരിപാലനം, വെൽഫെയർ, വിദ്യാഭ്യാസ, ആരോഗ്യ, വനിതാക്ഷേമം തുടങ്ങിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പ്രവർത്തനമാണ് ഏകോപനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. മഹലിനെ 23 ഡിവിഷനുകളാക്കിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഡിവിഷന് 10 വീടുകളുള്ള ക്ലസ്റ്ററുകളായി തിരിച്ചു. ഇതിന്റെയെല്ലാം ഭാരവാഹികൾ ചേർന്നതാണ് മഹൽ കൗൺസിൽ. ജാതിമത ഭേദമന്യേ മഹല്ല് നിവാസികൾ ഐക്യത്തോടെയും സ്നേഹ സാഹോദര്യത്തോടെയും ജീവിക്കുന്നതിനും അവർക്കിടയിൽ ധാർമ്മികതയും മതസൗഹാർദ്ദവും ഉയർന്നു നിൽക്കുന്നതിനും ആവശ്യമായ നയനിലപാടുകളാണ് മഹല്ല് എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. നിതാന്ത ജാഗ്രതയോടെ സാമുദായിക മതസാഹോദര്യത്തെ കാക്കുന്ന മഹല്ല് നേതൃത്വം സാമൂഹിക ബോധത്തിന്റെ പകരമില്ലാത്ത കാവൽക്കാരാണ്. മുൻകഴിഞ്ഞ നിസ്വാർത്ഥ സേവകരായ നാട്ടുകാരണവന്മാരുടെയും കാസി മുദരിസുമാരുടെയുമെല്ലാം ഈ രംഗത്ത് അർപ്പിക്കപ്പെട്ട സംഭാവനകൾ നിസ്തുലമാണെന്നതിന്റെ നിദർശനങ്ങൾ വഴിവിളക്ക് പോലെ തെളിഞ്ഞു നിൽക്കുകയാണ്. ومن الليل فتهجد به نافلة عسى أن يبعثك ربك مقاما محمودا. മുസ്ലിയാരകത്ത് അബ്ദുള്ള മുസ്ലിയാർ, മുസ്ലിയാരകത്ത് അബ്ദുള്ള മൗലവി, മുസ്ലിയാരകത്ത് അബ്ദുറഹ്മാൻ മൗലവി, ഓവുങ്ങൽ ചെറിയ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഓവുങ്ങൽ വലിയ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഓവുങ്ങൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, പി സക്കീർ മൗലവി ഖത്തീബ്, വി പി മുഹമ്മദ് മൗലവി അൽ കാസിമി എന്നിവരാണ് 1.25 നൂറ്റാണ്ടോളമായി മഹല്ലിനെ ആത്മീയ വെളിച്ചത്തിലൂടെ നയിച്ച പ്രമുഖരായ ഖാസിമാർ. നാലകത്ത് മരക്കാർകുട്ടി മുസ്ലിയാരിൽ തുടങ്ങി ഓവുങ്ങൽ വലിയ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, എടപ്പുലം മാനു മുസ്ലിയാർ, പെരുമ്പലം ബാപ്പുട്ടി മുസ്ലിയാർ, അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, കുണ്ടമ്പ്ര ഉണ്ണിമോയിൻ ഹാജി, എടപ്പുലം മാനു മുസ്ലിയാർ, അലവി മുസ്ലിയാർ മുണ്ടക്കൽ, ഹാജി അബൂബക്കർ മുസ്ലിയാർ നെല്ലിക്കുത്ത്, കുരിക്കൽ അലവി മുസ്ലിയാർ അയനിക്കോട്, കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഇബ്രാഹിം മുസ്ലിയാർ അരീച്ചോല തുടങ്ങി ഇപ്പോൾ ഉസ്മാൻ ധാരിമി വിളയിലിൽ എത്തി നിൽക്കുന്ന ആത്മീയ ഗുരുക്കന്മാരുടെ കണ്ണിമുറിയാത്ത പരമ്പരയാണ് മഹല്ലിലെ മുദരിസുമാരുടേത്. പിൽക്കാലത്ത് രൂപം കൊണ്ട എല്ലാ മുസ്ലിം സംഘങ്ങളോടും തുല്യ അടുപ്പം കാണിക്കാൻ മഞ്ചേരി സെൻട്രൽ മഹല്ലിന് സാധിച്ചു എന്നതാണ് ഏറെ നിർവൃതിയോടെ പറയാനാവുന്നത്. നഗരത്തിലെ വിവിധ മസ്ജിദുകളുമായുള്ള മഹല്ലിന്റെ ബന്ധം അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ചന്തപ്പടി ഫാറൂഖ് മസ്ജിദ്, ആശുപത്രിപടി പള്ളി, ഇസ്ലാഹി ക്യാമ്പസ് പള്ളി, കോഴിക്കോട് റോഡിലെ അൻസാർ പള്ളി, കോളേജ് റോഡിലെ മുബാറക് പള്ളി, കോളേജ് കുന്നിലെ ജബൽനൂർ പള്ളി, കിഴക്കേത്തല ബൈപ്പാസ് ജംഗ്ഷനിലെ ഷാഫി മസ്ജിദ്, പഴയ സ്റ്റാൻഡിനടുത്ത് ടൗൺ സുന്നി പള്ളി, പുതിയ സ്റ്റാൻഡിനടുത്ത ഇസ്ലാമിക് സെന്റർ മദീന മസ്ജിദ്, തടപ്പറമ്പിലെ പള്ളി, തടപ്പറമ്പിലെ തന്നെ EK സമസ്ത മസ്ജിദ്, കിഴക്കേത്തല ഇർഷാദ് നഗർ ഇർഷാദ് പള്ളി, കിഴക്കേത്തല ബദ്രിയ പള്ളി, ചന്തക്കുന്നിലെ സമസ്ത മസ്ജിദ്, ചെങ്ങണ ഈസ്റ്റേൺ വാലി പള്ളി തുടങ്ങി 15 ജുമാ മസ്ജിദുകൾ മഹല്ലിലുണ്ട്. ഇവ KNM, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, നദ്വത്തുൽ മുജാഹിദീൻ, EK AP വിഭാഗം സമസ്തകൾ തുടങ്ങി വിവിധ സംഘടനകളോട് ആഭിമുഖ്യം പുലർത്തുന്നവയാണ്. മഞ്ചേരിയിലെ വിശാലമായ മുസ്ലിം ഐക്യം അംഗീകരിച്ചും പരസ്പരം സഹകരിച്ചുമാണ് ഇവ പ്രവർത്തിക്കുന്നത്. സംയുക്ത ഈദ്ഗാഹ് പോലെയുള്ള ഐക്യ പ്രവർത്തനങ്ങൾക്കും മഹല്ല് നേതൃത്വം നൽകുന്നു. സെൻട്രൽ ജുമാ മസ്ജിദിൽ മലയാളത്തിലാണ് കുത്തുബ. അതോടൊപ്പം റുക്കുനുകൾ അറബിയിൽ ആവർത്തിക്കപ്പെടുന്നു. നമസ്കാരാനന്തരം സംഘടിത പ്രാർത്ഥനയും നിർവഹിക്കപ്പെടുന്നു. ഇതേ മാതൃകയിലാണ് മഹല്ലിലെ മിക്ക മസ്ജിദുകളിലും ജുമാ നടക്കാറ്. എല്ലാ ഫിഖ്ഹി ധാരകളെയും ഉൾക്കൊള്ളാവുന്ന വിശാല മനസ്കതയുടെ പേരാണ് മഞ്ചേരി എന്ന് നിസ്സങ്കോചം പറയാം. തടപ്പറമ്പ് സലാമത്ത് പള്ളി, ബൈപ്പാസ് റോഡ് ചെറിയ പള്ളി, കുത്തുക്കൽ റോഡ് മസ്ജിദുൽ ഹിദായ, കോഴിക്കോട് റോഡ് പള്ളി, കവളങ്ങാട് മസ്ജിദുസ്സലാം, മാലാങ്കുളം മസ്ജിദു തഖ്വ തുടങ്ങിയ നമസ്കാര പള്ളികളും ഇവിടെയുണ്ട്. സ്നേഹ സൗഹൃദങ്ങളുടെയും ആത്മസംസ്കാര പുരോഗതിയുടെയും രുചുരേഖയിലൂടെ ഒരു നാടിനെ നയിച്ച മഞ്ചേരി മഹല്ലിലെ ക്രാന്തദർശികളായ മുൻഗാമികൾ, അവരുടെ പാദപതനങ്ങളിൽ ബാക്കിയായ
വഴിയടയാളങ്ങളിലൂടെ സത്യാനന്തര കാലത്തും ഇടറാതെ പതറാതെ കുതറിമാറാതെ നടക്കുകയാണ് മഞ്ചേരി. അവാന്തരശാഖി സബര്യകൾക്കിടയിലും സ്നേഹസമന്വയങ്ങളുടെ ചരട് പൊട്ടാതിരിക്കാൻ ജാഗ്രതയോടെ കാവലിരിക്കുന്ന മഹലിലെ കാരണവന്മാരാണ് ഈ നടവരമ്പുകളിലെ മില്ലേനിയം ആൽഫ ജനറേഷനുകളുടെ കരുത്തെന്ന് പറയാതെ വയ്യ. ഒപ്പം മഹല്ല് നേതൃത്വത്തിന് കരുത്തേകി കണ്ണിമ വെട്ടാതെ ഐക്യത്തിന് കാവലിരിക്കുന്ന ഈ ജനത തീർച്ചയായും ചരിത്രമാകും. അങ്ങനെ സ്നേഹനൂലിന്റെ സോപാനം തീർത്ത് കാലവും കാവ്യനീതിയും കാത്തുവെച്ച ആരാമങ്ങളിലേക്ക് നമുക്കൊന്നിച്ചു മുന്നേറാം. വഴിവിളക്കേന്തി മഞ്ചേരി മഹല്ല് കൂടെ തന്നെയുണ്ട്.